ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടതാണ് മസാല ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ മസാല എന്ന് പറയുന്നത് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് 1 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോട്ട് അടച്ചു വെക്കാം. അപ്പോഴാണ് ഇത് കൂടുതൽ സെറ്റ് ആവുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പുറത്ത് വെച്ചിരുന്നാലും മതി. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂർ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ ഈ മസാലകളൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കും. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയാക്കാൻ നോക്കാം. ആദ്യമായിട്ട് വേണ്ടുന്നത് സവോളയാണ്. ഞാൻ വളരെ നേർത്ത കനത്തിൽ 2 മീഡിയം വലിപ്പത്തിലുള്ള സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കുടം വെളുത്തുള്ളി. ഇത്രയും കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഇതുണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ ഉണ്ടാക്കുന്നതിന് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, എണ്ണ വളരെ കുറച്ച് മതിയാവും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുക്കർ ഒന്ന് ചൂടാവുമ്പോൾ ഞാൻ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് 1/2 സ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ അപ്ലൈ ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. 2 സ്പൂൺ മതിയാവും. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നതാണ് തക്കാളി. ഒരു മീഡിയം വലിപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മസാല പൊടിയും ആഡ് ചെയ്യും. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ ഇവിടെ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. പൊടിഞ്ഞു പോവാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ തന്നെ മതിയാവും കേട്ടോ. 1 വിസിലാവുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തതായി ബിരിയാണിക്കുള്ള അരി എടുത്തിട്ടുണ്ട്. ഇത് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. വളരെ കുഞ്ഞരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് വളരെയേറെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തക്കോലം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുഴുവൻ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വെള്ളമൊക്കെ തോർത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നെയ്യിലൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളമെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 5 കപ്പ് വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമുക്ക് മൂടിയൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ അരിയൊക്കെ ഇവിടെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. കണ്ടില്ലേ? തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടാണ് നമുക്കുള്ളത്. ഒരു പാൻ എടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നമ്മൾ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഓയിൽ ആഡ് ചെയ്യണം കേട്ടോ. 2 സവോള നേർത്ത കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ സവോള ഒന്ന് ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്തതായി ആ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും പാകമായിട്ടുണ്ട്. ഇനി മുന്തിരി ഇഷ്ടമുള്ളവർക്ക് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. എനിക്ക് മുന്തിരിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുന്തിരി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ കുക്കർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് ഗ്രേവിയൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഇത്രയും വേണം കേട്ടോ, ഒത്തിരി അങ്ങ് ഗ്രേവി പോണ്ട. ഉള്ളി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റാം. റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുവാണ്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്താണ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസ് ആയിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.